സന്തോഷമുണ്ട്. കാരണം അവാർഡ് എന്ന് പറയുന്നത് സർക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജൂറിയുടെ ഒരു പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്ന ഒരു ഓണർ എന്നുള്ള രീതിയിൽ വളരെ അധികം സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് 9ഓളം അവാർഡുകൾ ലഭിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് 3-ാം തവണയാണ് ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള അവാർഡ്. അതിൻ്റെ ഒരു ഹാട്രിക് വേണമെങ്കിൽ പോയാൽ അതിന് മുമ്പ് നവാഗത സംവിധായകനും ലഭിച്ചിട്ടുണ്ട്. അപ്പം 8 സിനിമ ചെയ്തപ്പോൾ 4 അവാർഡ് ലഭിച്ചു, സംവിധാനത്തിന് കിട്ടിയെന്ന് പറയുന്നത് വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പിന്നെ ചില കാര്യങ്ങളെ നമുക്ക് അതിശയിപ്പിക്കുന്നുണ്ട്. കാരണം പക്ഷേ ഒരു ജൂറിയുടെ തീരുമാനങ്ങൾക്ക് നമ്മൾ ഒരു എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ലാത്തതുകൊണ്ട് വളരെ സന്തോഷം. പ്രത്യേകിച്ച് മേജർ അവാർഡുകൾ ഒക്കെ ആടുജീവിതത്തിന് ഉണ്ട് എന്നറിയുന്നത് ബെസ്റ്റ് ആക്ടർ, ഒപ്പം തന്നെ ബെസ്റ്റ് ക്യാമറ, ഓഡിയോഗ്രാഫി, അപ്പോൾ അങ്ങനെ ഒരു മേജർ സെക്ഷൻസ് ആൻഡ് അഡോപ്റ്റഡ് സ്ക്രിപ്റ്റ്, ഓൾമോസ്റ്റ് ഏറ്റവും കുറേ നല്ല രഞ്ജിതമ്പാടി. പിന്നെ ഏറ്റവും സന്തോഷം തരുന്നത് ഗോകുലിന് പിന്നെ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന് ഒരു മേജർ അവാർഡിലേക്ക് ചിലപ്പം മറ്റു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് പോകാൻ സാധ്യതയില്ലാത്തതാണ്. പക്ഷെങ്കിൽ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്ത ഗോകുലിനെ കൺസിഡർ ചെയ്തതാണ് എനിക്ക് ഈ അവാർഡുകളിൽ ഏറ്റവും മനോഹരമായിട്ടും സന്തോഷമുണ്ടാക്കിയായിട്ട് തോന്നിയിട്ടുള്ളത്. ചോദ്യം വേണേ, അല്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കും. അങ്ങനല്ല, നമുക്ക് പറയാനൊന്നും ഇല്ലല്ലോ. ഇത്രയും അവാർഡുകൾ, ഇത്രയും പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ ആ വെല്ലുവിളി ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് പറയാം. അത് ഏറ്റവും ലക്ഷ്യത്തിലെത്തുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സിനിമയ്ക്ക് വേണ്ടി സമീപിക്കുമ്പോൾ ഒരിക്കലും ഒരു അവാർഡല്ല നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഇത് പ്രേക്ഷകനോട് എത്രത്തോളം ശക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം സിനിമ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചെന്ന് പറഞ്ഞാൽ മലയാളികൾ മാത്രമല്ല ഏറെ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥ, അതിൻ്റെ ഒരു അഡോപ്റ്റഡ് സ്ക്രിപ്റ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് റിയലി എനിക്ക് സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ സിനിമയുടെ മേക്കിങ്ങിൽ ഏറ്റവും ഞാൻ മാത്രമായിട്ടിരുന്നു, ബാക്കി എൻ്റെ കൂടെ ഫുൾ ഒരു 100 ചില്ലാനം ക്രൂസിൻ്റെ ഒളപ്പാണ് ഞാൻ ഈ സ്ട്രഗിളെല്ലാം. ഞാൻ തന്നെ ഏറ്റവും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു ചില സമയം എന്ന് പറഞ്ഞാൽ, ഇത് എങ്ങനെ ഇത്രയും 43 അധ്യായത്തിൽ കിടക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഭയങ്കരമായ വിഷ്വലുകൾ തീർത്തിട്ടുള്ള ഈ കഥയെ, പ്രത്യേകിച്ച് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഇതിങ്ങനെ തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സിനിമയാണിത്, വേറെയാണ്, തിരക്കഥയും മറ്റു പലതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ കൂടുതൽ ഡിബേറ്റുകൾ നടക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരിക്കലും ഈ ലോകത്തുള്ള ഒരു ക്ലാസിക്കുകളും അതേ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് വിജയമായിട്ടില്ല. അപ്പം ഈ ഡയറക്ടറുടേതായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റേതായിട്ടുള്ള ഒരു മാറ്റം സിനിമയ്ക്ക് കൊണ്ടുവരുന്നു, പുതിയ സീക്വൻസുകൾ കൊണ്ടുവരുന്നു. അതൊക്കെ പ്രേക്ഷകർ ഭയങ്കരമായി അംഗീകരിച്ചു. ഇപ്പോൾ ഒരു ജൂറിയും സ്റ്റേറ്റ് അവാർഡും അംഗീകരിച്ചു എന്ന് പറയുന്നത് ഈ തിരക്കഥയ്ക്ക് കിട്ടിയ ഒരു അവാർഡിനെ ഞാൻ ഒരുപാട് മാനിക്കുന്നു. അല്ല, എനിക്കറിയത്തില്ല അതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ എൻ്റെ 8ാമത്തെ സിനിമയാണ്. ഒരു ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഞാൻ കണ്ടത് ഇതിൻ്റെ റെക്കോർഡിങ്ങിലാണ്. ഈ സിനിമയുടെ ഈ മ്യൂസിക് പാർട്ട് എന്ന് പറയുന്നത് പല ഭാഷയിലുള്ള പാട്ടുകൾ ചേർത്തിട്ടൊക്കെ വെച്ച് അത് എന്നെ കൺസിഡർ ചെയ്യാതെ പോയത് എന്നെക്കുറിച്ച് ആണ് ഞാൻ എൻ്റെ ഖേദം മുഖ്യമായി ഞാൻ പറഞ്ഞത്. കാരണം ഓരോന്നിൻ്റെയും എല്ലാത്തിൻ്റെയും പെയിൻ നമുക്കറിയാം. എത്രത്തോളം റീവർക്ക് ചെയ്ത ഒരു ഇതിൽ അതാര് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ളതല്ല,
പക്ഷേ അത്രയധികം വലിയ ഒരു സ്കോറ് കാണാതെ പോയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മ്യൂസിക് കേരളം മുഴുവൻ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടുകൾ ഉള്ള ഒരു സിനിമയുടെ അത് കാണാതെ പോയോ എന്നുള്ളത് ഒരു വലിയൊരു ലെജൻഡിനെ നമ്മൾ എങ്ങനെ കണ്ടു എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അത് ജൂറിയുടെ ഇഷ്ടമാണ്. എൻ്റെ വിഷമം മാത്രമാണ്, എൻ്റെ പരാമർശമല്ല, എൻ്റെ വിഷമമാണ് അതിനെക്കുറിച്ച്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരോടൊപ്പം വർക്ക് എങ്ങനെ ഒരു ബെസ്റ്റ് ഡയറക്ടറാകുന്നത്, അവരുടെ എല്ലാം വർക്കുകൾ ബെസ്റ്റ് ആകുമ്പോഴാണ് അല്ലേ. ഫോട്ടോഗ്രാഫി ബെസ്റ്റ് ആകുന്നതും എല്ലാം നമ്മൾ പറയുന്ന ഫ്രെയിം, നമ്മൾ പറയുന്ന മൂഡ്, കാര്യങ്ങൾ, അല്ലെങ്കിൽ സൗണ്ടിങ്, ഇതെല്ലാം ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ അത്തരം രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയയോടാണ് ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത്. അതുമാത്രമാണ്, അതാണ് എനിക്ക് വളരെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം കൂടെ. നജീബിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഹക്കീമും ഇബ്രാഹിം ഖാദറിയും ഒക്കെ. അതിൽ ഹക്കീമിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ പൃഥ്വിരാജിനെ പോലെ തന്നെ ഒരുപാട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തിയത്. അപ്പം ആ ഒരു കാസ്റ്റും അതിനും ഒരു അംഗീകാരം കൂടി കിട്ടുവാണ് ഗോകുലിൻ്റെ ആ കഥാപാത്രത്തിന്. നമുക്ക് ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഗോകുൽ എന്ന് പറയുന്ന ഒരു പുതിയൊരു കുട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നിൽ ഒരു അഭിനയത്തിനോടൊപ്പം തന്നെ ആ ആൾ കൊടുത്തൊരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അയാളൊരു ജീവിതത്തിൻ്റെ ഒഴുക്ക് തന്നെ മാറിപ്പോകുന്നൊരവസ്ഥ. ഞാൻ ആ കുട്ടിയെ പരിചയപ്പെടുന്ന സമയത്ത് അയാളുടെ ഒരു +2 കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ഡിഗ്രി തലത്തിലേക്ക്, അപ്പോൾ ഡിഗ്രിക്ക് ചേർന്നിട്ട് പോലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആ ഡിഗ്രി അയാൾക്കിനി ഡിഗ്രി ഇല്ല, അയാൾ വേറെ ഒരു. അപ്പം ഇത് എനിക്ക് തോന്നുന്നു തന്മാത്രയിലും അങ്ങനെ തന്നെയായിരുന്നു. അർജുൻ തന്മാത്രയിലെ അർജുനും ഇതുപോലെ തന്നെയായിരുന്നു, സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിരുന്നു. അപ്പം ഗോകുല് പൊതുവേ ഒരു മെലിജ ആളായതുകൊണ്ടായിരിക്കാം അവനും ഇതിനപ്പുറമായിട്ട് പട്ടിണി കിടന്നിട്ടുണ്ട്. അവൻ ഭ്രാന്തനായി പോകുന്ന ഒരു ചില അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ ക്യാരക്ടറിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ രീതികൾ, ഇപ്പോൾ ഒരു ഷെഡ്യൂളിൽ ഞാൻ അവനെ ഈ ഹക്കീമിനെ ഇങ്ങനെ അവനങ്ങ് ഇമാജിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുവാണ്. അപ്പം വീട്ടിൽ പോലും അവൻ ബിഹേവ് ചെയ്യുന്നത് വേറെ, അങ്ങനെ ഒരു വലിയൊരു ലൈഫിനെ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു തുടക്കക്കാരനായതുകൊണ്ടായിരിക്കും വലിയൊരു ശ്രമം നടത്തിയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് സ്റ്റേറ്റ് ഓണർ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അവാർഡിൽ ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നത് ഗോകുലിന്. ഞാനിപ്പം നമ്മുടെ ഒരു വലിയൊരു ഉത്തരവാദിത്വം, ഒരു ഡയറക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ അയാളുടെ ഭാവി തന്നെ കളഞ്ഞിട്ട്, അയാളുടെ വിദ്യാഭ്യാസം കളഞ്ഞിട്ട് അയാളൊരു സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു. ആ ആൾക്ക് ഒരു വിലയും മതിപ്പും കൊടുക്കാൻ പറ്റുന്നു. അതൊന്നും ആ വിശ്വാസത്തിന് ഞാൻ കൊടുക്കുന്ന വിലയാണ്. അപ്പം അത് ബാക്കിയുള്ളവരൊക്കെ പ്രൊഫഷണലാണ്, ബാക്കിയുള്ളവരെല്ലാം പ്രൊഫഷണലായിട്ട് ആ ജോലി ചെയ്യുന്നു, അതിൽ മികവുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് തീർത്തും ആ കുട്ടിക്ക് ഗോകുലിന് കിട്ടിയ വലിയ അപ്രിസിയേഷനായിട്ട് തന്നെ കരുതാം. അത് കിട്ടാതിരുന്നെങ്കിൽ ചിലപ്പം ഈ സന്തോഷമൊന്നും ഉണ്ടാവില്ല.